ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ. Nehru Group of Institutions. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഏറെ മുറവിളികൾ കൂട്ടിയിട്ടാണെങ്കിലും കൊയിലാണ്ടിയിലെ ജനങ്ങളുടെ ഏറെക്കാലമായുള്ള സ്വപ്നം യാഥാർത്ഥ്യമായി. രക്ഷാപ്രവർത്തനങ്ങളുടെ അഭാവം മൂലം ജീവൻ പൊലിയുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ച ഫയർ സ്റ്റേഷനാണ് ഇപ്പോൾ പ്രവർത്തന സജ്ജമായിരിക്കുന്നത്. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് BSS അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് AIMI, തളി സമൂഹം റോഡ്, പാളയം, കോഴിക്കോട്, മുക്കം, എടവണ്ണപ്പാറ, താമരശ്ശേരി, അരീക്കോട്. സുരക്ഷാ സേനയ്ക്ക് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആധുനിക സംവിധാനങ്ങൾ ഒരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏറെ നാളുകൾക്ക് ശേഷം കൊയിലാണ്ടിയിൽ ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമായി. ലഹരി വിരുദ്ധ ദിനാചരണം. വിപുലമായ പരിപാടികളുമായി വിവിധ സംഘടനകൾ. ഗുരുപ്രതിഷ്ഠാ വിളംബര ഘോഷയാത്രയ്ക്ക് കോഴിക്കോട്ട് സ്വീകരണം. വിശദമായ വാർത്തകളിലേക്ക്. സുരക്ഷാ സേനയ്ക്ക് രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ ആധുനിക സംവിധാനങ്ങൾ ഒരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏറെ നാളത്തെ ജനങ്ങളുടെ പ്രക്ഷോഭത്തിനൊടുവിൽ കൊയിലാണ്ടിയിൽ നിർമ്മിച്ച ഫയർ സ്റ്റേഷൻ നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ നിരന്തര പ്രക്ഷോഭത്തിനൊടുവിലാണ് കൊയിലാണ്ടിയിൽ ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമായത്. ദേശീയപാതയിൽ നിരന്തരമായി അപകടം നടക്കുന്ന മേഖലയാണ് കൊയിലാണ്ടി. ഈ സാഹചര്യങ്ങളിൽ വടകര, പേരാമ്പ്ര, കോഴിക്കോട് ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് സ്ഥലത്ത് എത്താറുള്ളത്. സ്പോർട്സ് കൌൺസിലിന്റെ സ്റ്റേഡിയത്തിന് പിൻഭാഗത്ത് താൽക്കാലികമായി നിർമ്മിച്ച ഫയർ സ്റ്റേഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സുരക്ഷാ സേനയ്ക്ക് രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ ആധുനിക സംവിധാനങ്ങൾ ഒരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. സുരക്ഷാ ഉപകരണങ്ങൾ അത് വളരെ പ്രധാനമാണ്. ഒരു മനുഷ്യശേഷി മാത്രം പോരാ, ആവശ്യമായ ഉപകരണങ്ങൾ ഉണ്ടാവാം. ഈ ഉപകരണങ്ങൾ ആളുകളെ രക്ഷിക്കാൻ ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് സർക്കാർ കാണുന്നത് സുരക്ഷാ ഉപകരണങ്ങളുടെ കാര്യത്തിൽ ഒരു ദൗർലഭ്യവും ഉണ്ടാകാൻ പാടില്ല എന്നതല്ലേ. ഉദ്ഘാടന ചടങ്ങിൽ സ്ഥലം MLA K. ദാസൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ K. സത്യൻ, മറ്റ് ജനപ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ചു. നിലവിൽ കൊയിലാണ്ടി ഫയർ സ്റ്റേഷനിൽ 2 ലീഡിംഗ് ഫയർമാൻമാർ, 12 ഫയർമാൻമാർ, 2 ഡ്രൈവർമാർ എന്നിവർ ഉൾപ്പെടെ 21 ജീവനക്കാരാണ് ആദ്യഘട്ടത്തിലുണ്ടാവുക. 2 ഫയർ എഞ്ചിൻ, ആംബുലൻസ്, ജീപ്പ് എന്നിവയും ഉണ്ടാകും. സ്റ്റേഡിയത്തിൽ 20,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന സംഭരണിയും നിർമ്മിച്ചിട്ടുണ്ട്. നാട്ടുകാരിൽ നിന്ന് പിരിവെടുത്താണ് ഫയർ സ്റ്റേഷന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത്. ഏറെ നാളത്തെ പ്രക്ഷോഭത്തിനൊടുവിൽ ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമായ സന്തോഷത്തിലാണ് നാട്ടുകാർ. കൌമാരക്കാരിൽ വർദ്ധിച്ചുവരുന്ന ലഹരിക്കെതിരെ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും കൊയിലാണ്ടി മാജിക് അക്കാദമിയും കൈകോർക്കുന്നു. സ്കൂൾ കുട്ടികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ യാത്ര സംഘടിപ്പിക്കും. ഉദ്ഘാടനം ജൂൺ 27-ന് സെന്റ് ജോസഫ്സ് ബോയ്സ് HSSൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി നിർവഹിക്കും. കൗമാരക്കാരിൽ വർദ്ധിച്ചുവരുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും അതിന്റെ ദുരന്ത ഫലങ്ങളും പുതിയ കാലത്തെ വലിയ സാമൂഹിക വിപത്തായി നിലകൊള്ളുകയാണ്. ഈ സാഹചര്യത്തിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം സ്കൂളുകളിൽ അനിവാര്യമാണെന്നുള്ള ബോധ്യത്തിൽ കോഴിക്കോട് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി,
കൊയിലാണ്ടി മാജിക് അക്കാദമിയുമായി സഹകരിച്ച് ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി വിസ്മയം ജീവിതം ലഹരി വിമുക്തം എന്ന ജില്ലാതല ലഹരി വിരുദ്ധ ബോധവൽക്കരണ മാന്ത്രിക യാത്ര സംഘടിപ്പിക്കും. യാത്രയുടെ ഔപചാരികമായ ഉദ്ഘാടനം ജൂൺ 27 സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി മാജിക് അവതരിപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യും. കളക്ടർ UV ജോസ്, കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ IPS, ഡോക്ടർ KP സുധീര, കമാൽ വരദൂർ എന്നിവർ സംബന്ധിക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശ്രീനാരായണ മതാതീത ആത്മീയ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഗുരുപ്രതിഷ്ഠ വിളംബര ഘോഷയാത്രയ്ക്ക് കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. ക്ഷേത്രയോഗം പ്രസിഡന്റ് PV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ മതാതീത ആത്മീയ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് കർണാടക കുദ്രോളി ഗോകർണനാഥ ക്ഷേത്രത്തിൽ നിന്നും ശിവഗിരിയിലേക്ക് ഗുരുപ്രതിഷ്ഠ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചത്. മെയ് 22 കാസർഗോഡ് നിന്നും ആരംഭിച്ച ഘോഷയാത്രയ്ക്ക് കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. സ്വീകരണ ചടങ്ങ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം പ്രസിഡന്റ് PV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുൻ മന്ത്രി MT പത്മ മുഖ്യപ്രഭാഷണം നടത്തി. മുൻ കൌൺസിലർ ഹൻസ, സെക്രട്ടറി വാവറമ്പലം സുരേന്ദ്രൻ, ക്ഷേത്ര ഭാരവാഹികളായ PV സുന്ദർദാസ്, ഇടത്തുംപള്ളി അനിരുദ്ധൻ, ജോയി PV, സുരേഷ് ബാബു, രാമചന്ദ്രൻ ശാന്തി, വിക്രമൻ, M മധു, KM സുരേഷ് ബാബു, ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലയിൽ രാമനാട്ടുകരയിൽ യാത്ര സമാപിച്ചു. തുടർന്ന് മലപ്പുറം, പാലക്കാട് ജില്ലകളിലൂടെ കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകും. ജൂലൈ 2 വിളംബര ഘോഷയാത്രയുടെ സമാപനം തിരുവനന്തപുരം BJT ഹാളിൽ നടക്കും. സുരക്ഷാ ലഹരി വിമോചന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അന്തർദേശീയ ലഹരി വിരുദ്ധ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ EP പൃഥ്വിരാജൻ ഉദ്ഘാടനം ചെയ്തു. ലഹരി ചികിത്സ പുനരധിവാസ രംഗത്ത് നിസ്വാർത്ഥമായ പ്രവർത്തനം കാഴ്ചവെച്ച സുരക്ഷ എന്ന സ്ഥാപനം 26 വർഷം പിന്നിടുകയാണ്. മലബാറിലെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ രംഗത്ത് മികച്ച സംഭാവന നൽകാൻ ഈ സ്ഥാപനത്തിന് ഇതിനോടകം സാധിച്ചു. ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ച് അന്തർദേശീയ ലഹരി വിരുദ്ധ ദിനാചരണം വിപുലമായ പരിപാടികളോടെയാണ് ഇവിടെ നടന്നത്. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ EP പൃഥ്വിരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളിലെ അപ്പർ പ്രൈമറി തലം മുതൽ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ യാതൊരുവിധ അത്ഭുതവുമില്ല. ഇതിൽ നമ്മുടെയൊക്കെ കുട്ടികൾ പെട്ടിട്ടുണ്ടോ എന്ന് മാത്രം അന്വേഷിച്ചാൽ മതി. എന്താണ് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്നത് പോലെ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഇതിലൊന്നും പെടില്ല എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളെല്ലാം ഇരിക്കുന്നത്. പക്ഷെ ഒരു സുപ്രഭാതത്തിലായിരിക്കും അവന്റെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെടുക എന്ന് പറയുന്നത് അവൻ പൂർണ്ണമായി അഡിക്റ്റ് ആയിട്ടുള്ള ഒരവസ്ഥയിൽ എത്തുമ്പോഴാണ് അവനിൽ ഈ മാറ്റങ്ങൾ നമ്മൾ കാണുന്നത്, പ്രകടമായി കാണുന്നത്. സുരക്ഷാ കൺസൾട്ടന്റ് ഡോക്ടർ K സത്യനാഥൻ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ മുതിർന്ന പൌരന്മാർക്ക് അസിസ്റ്റന്റ് കമ്മീഷണർ ഉപഹാരം സമർപ്പിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ P കിഷൻ ചന്ദ്, സുരക്ഷാ പ്രൊജക്ട് ഡയറക്ടർ അബ്ദുൽ നാസർ, സഫിദ എന്നിവർ സംബന്ധിച്ചു. CITU യൂണിയൻ നേതാവായിരുന്ന P സരസപ്പൻ സ്മാരക എൻഡോമെന്റ് വിതരണം NGO യൂണിയൻ ഹാളിൽ നടന്നു. A പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കൈവേലക്കാരായ തൊഴിലാളികളുടെ ഉന്നമനത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച യൂണിയന്റെ സ്ഥാപക നേതാവ് P സരസപ്പന്റെ സ്മരണാർത്ഥമാണ് SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്ക് എൻഡോമെന്റ് വിതരണം ചെയ്തത്. CITUവിന്റെ നേതൃത്വത്തിൽ NGO യൂണിയൻ ഹാളിൽ നടന്ന ചടങ്ങ് A പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ന് എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും സാങ്കേതിക രീതിയിലുള്ള പഠനരീതി ഉറപ്പാക്കാൻ സാധിച്ച സന്തോഷം അദ്ദേഹം പങ്കുവച്ചു. എല്ലാ സ്കൂളിലും ഗവൺമെന്റിലും എയ്ഡഡിലും 8, 9, 10, 11, 12 ക്ലാസ്സുകൾ പൂർണ്ണമായിട്ടും കമ്പ്യൂട്ടറും DLP പ്രൊജക്ടറും വെബ് ക്യാമറയും ഹോം തിയേറ്റർ സിസ്റ്റവും എഡ്യൂസാറ്റിന്റെ വിക്ടർ ചാനൽ കണക്ടിവിറ്റിയും ഒക്കെ ആയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ്. സങ്കീർണമായിട്ടുള്ള വിഷയങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ വിഷ്വലൈസേഷൻ്റെ ദൃശ്യാവിഷ്കാരം സ്ക്രീനിൽ കാണിച്ച് അവരെ പഠിപ്പിക്കുക, അധ്യാപനം എന്ന പ്രക്രിയ എളുപ്പത്തിലാക്കുക, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവരെ പ്രാപ്തരാക്കുക. ഇത് നടന്നു. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി PK മുകുന്ദൻ, പ്രസിഡന്റ് P ബാലൻ, സെക്രട്ടറി മാമ്പറ്റ ശ്രീധരൻ, ട്രഷറർ P ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. വാർത്തകൾ ഇനിയൊരു ഇടവേള. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Jemanur. Bobby Jemanur International Jewelers.
റംസാൻ ഖാദിമേള കോഴിക്കോട് മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ഖാദി തുണിത്തരങ്ങൾക്ക് 20% റിബേറ്റും 10% കിഴിവും. സർക്കാർ, അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പലിശരഹിത തവണ വ്യവസ്ഥ. രാവിലെ 10 മുതൽ രാത്രി 8 വരെ പ്രവേശനം. കരകൌശല ഉൽപ്പന്നങ്ങൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, മൺപാത്രങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ. റംസാൻ ഖാദിമേള. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായിത്തെരുവ്, കോഴിക്കോട്. വിദ്യാഭ്യാസ രംഗത്ത് വിജയത്തിന്റെയും വിശ്വാസത്തിന്റെയും ഉത്കൃഷ്ടമായ 50 വർഷങ്ങൾ സമ്മാനിച്ച നെഹ്റു ഗ്രൂപ്പിന്റെ കോളേജുകളിൽ ഗവൺമെന്റ് ഫീസിനേക്കാൾ കുറവിൽ പഠിക്കാൻ സുവർണാവസരം. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ, മറ്റാർക്കും നൽകാനാവാത്ത ഫീസ് ഇളവുകൾ. എല്ലാ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എനിക്കിത് വർണ്ണങ്ങളുടെ പെരുന്നാൾ, എനിക്കിത് ഫാഷന്റെ പെരുന്നാൾ, എനിക്കിത് വിസ്മയങ്ങളുടെ പെരുന്നാൾ, എനിക്കിത് ഡിസൈനുകളുടെ പെരുന്നാൾ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു മെഹ്ഫിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാൻ സ്പെഷ്യൽ കളക്ഷൻസ്, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഈ ചെറിയ പെരുന്നാൾ നമുക്ക് വലിയ ആഘോഷമാക്കാം. കല്യാൺ സിൽക്സ്. കല്യാണത്തിന്റെ സ്റ്റേജ് ഡെക്കോർ ഈ പെയിന്റിംഗ് പോലെ ചെയ്താ എത്ര നന്നായിരിക്കും അല്ലേ? വെഡിംഗ് പ്ലാനർ അത് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ഓൾ ലൈക്ഡ് ഇറ്റ്. ഏയ്, എന്റെ ഒരു പിക്ചറെങ്കിലും എക്സാക്ട്ലി മുന്താസിനെ പോലെ വേണം. വി ഓൾറെഡി ഹാവ് എ പ്ലാൻ. അമ്മേ, കല്യാണത്തിന് ഇടാണ്ട ഇതുപോലത്തെ ജ്വല്ലറി നന്നാവും. കല്യാണത്തിന് വേണ്ട എല്ലാ ജ്വല്ലറിയും മീനാൻഡി ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് റിയലി വെരി നൈസ്. അതല്ല, ഇതാ. Royal weddings for every Indian bride. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. സോഷ്യലിസ്റ്റ് ജനതാദളിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് അടിയന്തരാവസ്ഥ ദിനാചരണം നടന്നു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന പ്രസിഡന്റ് വി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സോഷ്യലിസ്റ്റ് ജനതാദൾ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അടിയന്തരാവസ്ഥ ദിനാചരണം നടന്നു. സംസ്ഥാന പ്രസിഡന്റ് വി രാജേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്തിനു വേണ്ടിയാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി പോരാടി, ബ്രിട്ടീഷുകാരോടുകൂടി പോരാടി ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടിത്തന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾ. അടിയന്തരാവസ്ഥ വിരുദ്ധ സമരസേനാനിയായ ചെറിയാൻ തോട്ടുങ്ങലിനെ ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി AK സതീഷ് കുമാർ മുഖ്യപ്രഭാഷണവും നടത്തി. കളത്തിങ്കൽ B സുരേഷ് കുമാർ, വേലായുധൻകുട്ടി, E പരമേശ്വരൻ, RK നായർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഭീതി പരത്തിക്കൊണ്ട് കേരളത്തിൽ പടർന്നു പിടിക്കുന്ന പകർച്ചപ്പനിക്കെതിരെ ഫലപ്രദമായ മരുന്നുകളും ചികിത്സകളും ഹോമിയോപ്പതിയിൽ ലഭ്യമാണെന്ന് IHK, IHMA സംഘടനകൾ. പ്രതിരോധ മരുന്നുകൾ റീച്ചിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്യുന്നതായും ഭാരവാഹികൾ പറഞ്ഞു. ജനങ്ങളിൽ ഭീതി പരത്തിക്കൊണ്ട് കേരളത്തിൽ പടർന്നു പിടിക്കുന്ന പകർച്ചപ്പനികൾക്ക് പാർശ്വഫലങ്ങളില്ലാത്ത വളരെ ചെലവ് കുറഞ്ഞ തികച്ചും ഫലവത്തായ ചികിത്സയും പ്രതിരോധ ഔഷധങ്ങളും ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിൽ ഉണ്ടെന്ന് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പത്സ് കേരളയും ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷനും ഭാരവാഹികൾ പറഞ്ഞു. ഡെങ്കിപ്പനി ചികിത്സയിൽ രോഗലക്ഷണങ്ങളെ നിയന്ത്രിക്കുന്നതിനും ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും സഹായകരമായ ഔഷധങ്ങളുടെ ഒരു ശ്രേണി തന്നെ ഹോമിയോപ്പതിയിലുണ്ട്. കൂടാതെ രക്തത്തിൽ പ്ലേറ്റ്ലെറ്റുകൾ ക്രമാതീതമായി കുറയുന്നത് തടഞ്ഞ് സാധാരണ നിലയിലേക്ക് ഉയർത്തുവാനുതകുന്ന മരുന്നുകളും ലഭ്യമാണ്. സംസ്ഥാന സർക്കാരിന്റെ ഹോമിയോപ്പതി വകുപ്പിന് കീഴിൽ പകർച്ചവ്യാധി നിയന്ത്രണത്തിന് വേണ്ടി രൂപീകൃതമായിട്ടുള്ള റീച്ച് ആണ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. അതത് സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളെ പഠിച്ച് വിലയിരുത്തി റീച്ച് നിർദ്ദേശിക്കുന്ന മരുന്നുകളാണ് സർക്കാർ ഡിസ്പെൻസറികളിലൂടെയും സ്വകാര്യ ക്ലിനിക്കുകളിലൂടെയും വിതരണം ചെയ്യുന്നത്. സൗജന്യമായി പ്രതിരോധ മരുന്ന് ലഭിക്കുന്നതിന് വേണ്ടി സർക്കാർ ഡിസ്പെൻസറികളെയോ ഹോമിയോപ്പതി സംഘടനകളെയോ ചികിത്സയ്ക്കായി യോഗ്യതയുള്ള ഹോമിയോ ഡോക്ടർമാരെയും സമീപിക്കാമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രാർത്ഥനകളിൽ മുഴുകിയും ദാനധർമ്മങ്ങൾ നൽകിയും റമദാൻ പുണ്യദിനങ്ങൾ പരിസമാപ്തിയിലേക്ക്. അവസാന ദിനങ്ങളിൽ റംസാൻ കിറ്റ് വിതരണങ്ങൾ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സജീവമായി നടന്നു. മാത്തോട്ടം വിജിത്ത് ചാക്കേരിക്കാട് ശാഖ, ശിഹാബ് തങ്ങൾ സ്മാരക മുസ്ലിം ലീഗ് റിലീഫ് കമ്മിറ്റി റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു. P ബാവ ഉദ്ഘാടനം ചെയ്തു. KP മൻസൂർ അധ്യക്ഷനായിരുന്നു. EP അഷ്റഫ്, M മുഹമ്മദ് നസീം, AV സിദ്ദിഖ്, NV അബ്ദുമോൻ, PP ഗഫൂർ എന്നിവർ സംസാരിച്ചു.
NMS പൂണാർ വളപ്പ് ശാഖയും പ്രദേശവാസികൾക്ക് റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു. വിതരണ ചടങ്ങിന് വി സലീം, കെ അഷ്റഫ്, സി ജബ്ബാർ, അലവിക്കുട്ടി, റഷീദ്, നൌഷാദ്, പി കോയമോൻ എന്നിവർ നേതൃത്വം നൽകി. സർക്കാരിന്റെ പുതിയ ഖനന നയത്തെ എതിർക്കുന്നവർ വൻകിട ക്വാറി മാഫിയയുടെ ഏജന്റുമാരാണെന്ന് ചെറുകിട കരിങ്കൽ ക്വാറി അസോസിയേഷൻ. പരിസ്ഥിതിവാദികളിൽ പലരും ക്വാറി ഉടമകളിൽ നിന്നും മാസപ്പടി പറ്റുന്നവരാണെന്നും അവർ ആരോപിച്ചു. ഞാൻ ഇതുപോലെ ഒരു ചാനൽ ഡിസ്കഷനിൽ പരസ്യമായി ഞാൻ പേരെടുത്ത് ഹരീഷ് വാസുദേവന്റെ പേര് ഞാൻ പരസ്യമായി പേരെടുത്ത് പറയുകയും അദ്ദേഹം എനിക്കെതിരായി നിയമപരമായ നടപടി സ്വീകരിക്കും മാനനഷ്ട കേസ് പറ്റിയിട്ടെന്ന് വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നതാണ്. ഞാൻ ആ ആരോപണം വീണ്ടും ഉന്നയിച്ചു. അതിനുശേഷം മാനനഷ്ട കേസ് ഇല്ല, ആരോപണം ഞാൻ പേര് പറയാത്തതാണ്. പിന്നെ ഒരു വ്യക്തികളെ പേരെടുത്ത് പറയേണ്ടതോ എന്നുകൊണ്ടാണ് ഒന്നിലേറെ ആളുകളെ കോഴിക്കോട് ജില്ലയിൽ അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകൻ കേരളത്തിലെ ഒരു കോറിക്കെതിരായി സമരം നടത്തിയ ശേഷം അതിരാവിലെ ആ കോറി ഉടമയുടെ വീട്ടിൽ പോയി പൈസ വന്നത് വീഡിയോ ദൃശ്യം വേണ്ടി വന്നാൽ ഞങ്ങളോട് ഹാജരാക്കാൻ പരസ്യമായി പറയാം, വേണ്ടി വന്നാൽ ഹാജരാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. 1967 മുതൽ സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്ന ഖനന നിയമം അട്ടിമറിച്ച് വൻകിട ഖനന മുതലാളിമാരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി മുൻ ഗവൺമെന്റിന്റെ വ്യവസായ വകുപ്പ് 50 സെന്റിൽ താഴെയുള്ള ചെറുകിട പെർമിറ്റ് ക്വാറികൾ അടച്ചുപൂട്ടുന്ന രൂപത്തിലുള്ള നിയമം നിർമ്മിച്ചതിന്റെ തിക്തഫലമാണ് നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന് ചെറുകിട കരിങ്കൽ ക്വാറി അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. മുൻപ് നിലനിന്നിരുന്ന ദൂരപരിധിയും ലൈസൻസ് കാലാവധിയും പുനഃസ്ഥാപിക്കുക മാത്രമാണ് LDF ഗവൺമെന്റ് ചെയ്തത്. ഇതിനെ എതിർക്കുന്നവർ വൻകിട ക്വാറി മാഫിയയുടെ ഏജന്റുമാരാണ്. 50 സെന്റിന് താഴെ പ്രവർത്തിക്കുന്ന ചെറുകിട ക്വാറികളെ സംരക്ഷിക്കാൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയോടെ നിയമനിർമ്മാണം നടത്തിയാൽ മാത്രമേ പ്രതിസന്ധികൾക്ക് പൂർണ്ണ പരിഹാരം ആവുകയുള്ളൂ. അതിനായി മന്ത്രാലയത്തിന് കത്തെഴുതാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകണമെന്നും ചെറുകിട കരിങ്കൽ ക്വാറി അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി MK ബാബു, ട്രഷറർ AK ഡേവിസൺ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ ടാക്സി ബൂത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനം മണപ്പുറം ഫിനാൻസ് ഗ്രൂപ്പ് കമ്പനി ചെയർമാൻ VP നന്ദകുമാർ നിർവഹിച്ചു. റെയിൽവേ സ്റ്റേഷനിലെ ടാക്സി ബൂത്തിനായി കാത്തിരിപ്പിന് വിട. പുതുതായി സ്ഥാപിച്ച ടാക്സി ബൂത്ത് വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്തു. ജനുവരിയിലായിരുന്നു ടാക്സി യൂണിയൻ ബൂത്തിനായി അപേക്ഷിച്ചത്. എന്നാൽ പാലക്കാട് ഡിവിഷന്റെ അനുമതി ലഭിക്കാനായി കാത്തിരിക്കുകയായിരുന്നു. ബൂത്ത് നിർമ്മിക്കാൻ സ്പോൺസറെ സംഘടിപ്പിച്ച് അപേക്ഷ നൽകിയിട്ടും അനുമതി വൈകിയത് യൂണിയനെ വിഷമത്തിലാക്കി. ലയൺസ് ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് സിൽവർ ഹിൽസാണ് ബൂത്ത് സ്പോൺസർ ചെയ്തത്. ഉദ്ഘാടന ചടങ്ങിൽ റെയിൽവേ സ്റ്റേഷൻ മാനേജർ ജോസഫ് മാത്യു, റെയിൽവേ സ്റ്റേഷൻ ടാക്സി യൂണിയൻ സെക്രട്ടറി PK ബിജു പാലത്ത്, പ്രസിഡന്റ് M രാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരു ഇടവേള കൂടി. എനിക്കിത് വർണ്ണങ്ങളുടെ പെരുന്നാൾ, എനിക്കിത് ഫാഷന്റെ പെരുന്നാൾ, എനിക്കിത് വിസ്മയങ്ങളുടെ പെരുന്നാൾ, എനിക്കിത് ഡിസൈനുകളുടെ പെരുന്നാൾ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു മെഹ്ഫിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാൻ സ്പെഷ്യൽ കളക്ഷൻസ്, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഈ ചെറിയ പെരുന്നാൾ നമുക്ക് വലിയ ആഘോഷമാക്കാം. കല്യാൺ സിൽക്സ്. വിദ്യാഭ്യാസ രംഗത്ത് വിജയത്തിന്റെയും വിശ്വാസത്തിന്റെയും ഉത്കൃഷ്ടമായ 50 വർഷങ്ങൾ സമ്മാനിച്ച നെഹ്റു ഗ്രൂപ്പിന്റെ കോളേജുകളിൽ ഗവൺമെന്റ് ഫീസിനേക്കാൾ കുറവിൽ പഠിക്കാൻ സുവർണാവസരം. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ, മറ്റാർക്കും നൽകാനാവാത്ത ഫീസ് ഇളവുകൾ. എല്ലാ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. റംസാൻ ഖാദിമേള കോഴിക്കോട് മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ഖാദി തുണിത്തരങ്ങൾക്ക് 20% റിബേറ്റും 10% കിഴിവും. സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പലിശരഹിത തവണ വ്യവസ്ഥ. രാവിലെ 10 മുതൽ രാത്രി 8 വരെ പ്രവേശനം. കരകൌശല ഉൽപ്പന്നങ്ങൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, മൺപാത്രങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ. റംസാൻ ഖാദിമേള. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായിത്തെരുവ്, കോഴിക്കോട്. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. വാർത്തകൾ തുടരുന്നു. എഴുത്തനുഭവം വായനാനുഭവം വിദ്യാർത്ഥികൾക്ക് പകർന്ന് കഥാകാരൻ UK കുമാരൻ. വായനാ വാരാഘോഷത്തിന്റെ ഭാഗമായി ചാലപ്പുറം ഗവൺമെന്റ് ഗണപത് ബോയ്സ് ഹൈസ്കൂളിൽ നടന്ന കഥാകാരനൊപ്പം പരിപാടിയിലാണ് UK കുമാരൻ കുട്ടികളുമായി സംവദിച്ചത്.
ഗണപത് ബോയ്സ് ഹൈസ്കൂളിലെ വിദ്യാരംഗം ക്ലബ്ബ് ഉദ്ഘാടനവും വായനാ വാരാഘോഷം പരിപാടിയുടെ ഭാഗമായ കഥാകാരനൊപ്പം എന്ന പരിപാടിയും വയലാർ അവാർഡ് ജേതാവ് UK കുമാരൻ നിർവഹിച്ചു. എഴുത്തനുഭവവും വായനാനുഭവവും പങ്കുവച്ചുകൊണ്ട് വായനയുടെ പ്രാധാന്യവും വായന എങ്ങനെ എഴുത്തിലേക്ക് നയിക്കുന്നു എന്നും സ്വന്തം അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. 10ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിൽ പഠിക്കാനുള്ള തന്റെ കഥയുടെ രചനാ പശ്ചാത്തലവും വയലാർ അവാർഡ് നേടിയ തക്ഷൻകുന്ന് സ്വരൂപത്തിന്റെ ചരിത്രാംശവും പശ്ചാത്തലവും കുട്ടികളുമായുള്ള സംവാദത്തിലൂടെ UK കുമാരൻ പങ്കുവച്ചു. വായിക്കേണ്ടത് അനിവാര്യമായ കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ നല്ല സാഹിത്യകൃതികൾ വായിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ വർഷം മുമ്പ് നമുക്കിടയിലൂടെ ഒരു വലിയ മനുഷ്യൻ നടന്നിരുന്നു. അദ്ദേഹത്തിന്റെ ഒരുപാട് കാലത്തെ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വായനശാലകൾ ഉണ്ടായത്. പക്ഷേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വായനശാലകൾ ഉള്ള ഒരു ഇടം കേരളം തന്നെയാണ്. ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ BK ഗോകുൽദാസ് സ്വാഗതം പറഞ്ഞു. SMC ചെയർമാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MK സൂര്യനാരായണൻ, AM മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. സുജനപാലിനെ ഓർക്കാനായി ഉചിതമായ സ്മാരകം കോഴിക്കോട്ട് ഉണ്ടാകണമെന്ന് മുൻ കേന്ദ്രമന്ത്രി KP ഉണ്ണികൃഷ്ണൻ. SK പൊറ്റക്കാട് സാംസ്കാരിക കേന്ദ്രം സംഘടിപ്പിച്ച സുജനപാൽ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യപരവും മൂല്യാധിഷ്ഠിതവുമായ നിലപാടുകൾ സ്വീകരിച്ച വ്യക്തിയായിരുന്നു സുജനപാലെന്ന് മുൻ കേന്ദ്രമന്ത്രി KP ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. SK പൊറ്റക്കാട് സാംസ്കാരിക കേന്ദ്രം സംഘടിപ്പിച്ച സുജനപാൽ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സുജനപാലിനെ ഓർക്കാനായി ഉചിതമായ സ്മാരകം കോഴിക്കോട്ടുണ്ടാകണമെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. SK പൊറ്റക്കാട് സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് TV രാമചന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. ലിസി മാഞ്ഞുരാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. സുജനപാലിന്റെ പത്നി ജയശ്രീ സുജനപാൽ, ഹരിദാസൻ, SK പൊറ്റക്കാട് സാംസ്കാരിക കേന്ദ്രം സെക്രട്ടറി PMV പണിക്കർ, പൂനൂർ K കരുണാകരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരണത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു CPM ഓഫീസും ആക്രമിക്കാൻ RSSന് ധൈര്യമുണ്ടായിരുന്നില്ലെന്ന് മുൻ മന്ത്രി K സുധാകരൻ. മുൻ മന്ത്രിയായിരുന്ന സുജനപാലിന്റെ 6ാം ചരമവാർഷിക ദിനത്തിൽ DCC സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിച്ച കാലഘട്ടത്തിൽ രാജ്യത്തെ ഒരു CPM ഓഫീസ് പോലും ആക്രമിക്കാൻ സംഘപരിവാറിനോ മറ്റു സംഘടനകൾക്കോ ധൈര്യമില്ലായിരുന്നുവെന്ന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ മന്ത്രിയുമായ K സുധാകരൻ പറഞ്ഞു. ആരാണ് യഥാർത്ഥ ശത്രുവെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉൾപ്പെടെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ പൊതുശത്രുവിനെ നേരിടാൻ കോൺഗ്രസിനൊപ്പം നിൽക്കാൻ കേരളത്തിലെ CPM നേതാക്കൾ തയ്യാറുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. മുൻ മന്ത്രി അഡ്വക്കേറ്റ് സുജനപാലിന്റെ 6ാം ചരമദിനത്തിൽ DCC സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അപജയത്തിൽ നിന്ന് പുതിയ തലമുറക്ക് ഒന്ന് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു ജീവിത ശൈലിയും ഒരു രാഷ്ട്രീയ നേതാവുമായിരിക്കും ശ്രീ സുജനപാൽ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയും പ്രവർത്തനങ്ങളും പുതിയ തലമുറക്ക് കൈമാറ്റം ചെയ്യാൻ നമുക്ക് സാധിക്കണം. എല്ലാ വിഷയങ്ങളും അദ്ദേഹം തൊട്ട എല്ലാ വിഷയങ്ങളും, ചിത്രകല മുതൽ അദ്ദേഹത്തിന്റെ എല്ലാം പരിസ്ഥിതി പ്രവർത്തനം മുതൽ എല്ലാ രംഗത്തും ശ്രീ സുജനപാൽ അനുവർത്തിച്ച പ്രവർത്തന ശൈലി ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെ എന്ന് പുതിയ തലമുറക്ക് ഒരു പാഠമാക്കാൻ ശ്രീ സുജനപാലിനെ കൊണ്ട് സുജനപാലിന്റെ രാഷ്ട്രീയ വ്യക്തിത്വം അതിനുപകരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. DCC പ്രസിഡന്റ് T സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. UK കുമാരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചിത്രരചനാ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം ജയശ്രീ സുജനപാൽ നിർവഹിച്ചു. PM സുരേഷ് ബാബു, K പ്രവീൺകുമാർ, Dr. OK ശ്രീനിവാസൻ, പോൾ കല്ലാനോട്, KC അബു, P ശങ്കരൻ, MT പത്മ, K രാമചന്ദ്രൻ, KP ബാബു, കണ്ടീൽ ഗംഗാധരൻ, VD ജോസഫ്, വിദ്യാബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. രവീന്ദ്രൻ കോളോത്ത് സ്വാഗതവും കൂടാളി അശോകൻ നന്ദിയും പറഞ്ഞു. ഗിരീഷ് പുത്തഞ്ചേരി സ്മാരക പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ടൗൺഹാളിൽ നടന്ന ചടങ്ങിൽ UK കുമാരൻ പുരസ്കാരങ്ങൾ നൽകി. ഹൈസ്കൂൾ കോളേജ് തലത്തിൽ ബാങ്ക്മെൻസ് ക്ലബ്ബാണ് പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ സ്മരണാർത്ഥം ഹൈസ്കൂൾ കോളേജ് തലത്തിൽ ബാങ്ക്മെൻസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ കഥ, കവിതാ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ടൗൺഹാളിൽ നടന്ന ചടങ്ങിൽ UK കുമാരൻ പുരസ്കാരങ്ങൾ നൽകി.
ഇന്നലെ വരെ സാഹിത്യ പ്രവർത്തനം നടത്തിയതുപോലെ നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം നമുക്ക് ഇടയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സാഹിത്യ പ്രവർത്തനം എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്നും നമ്മൾ മനസ്സിലാക്കണം. എഴുതാൻ തുനിയുന്നവർ പൂർണ്ണമായും ആത്മസമർപ്പണത്തോടുകൂടി അതിൽ ഇടപെടുമ്പോൾ മാത്രമേ ഒരു കൃതി മൗലികമാവുന്നുള്ളൂ. ഏതെങ്കിലും തരത്തിൽ സമൂഹമനത്തിന് മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കുകയുള്ളൂ. തുടർന്ന് ആർ മോഹനൻ സംസാരിച്ചു. കെ ജെ തോമസ് അധ്യക്ഷനായി. വി ഗിരീഷ് സ്വാഗതവും വി ബാബുരാജ് നന്ദിയും പറഞ്ഞു. ജൂണിലെ നിലാമഴയിൽ എന്ന ഗസൽ സന്ധ്യയും അരങ്ങേറി. ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് സിൽവർ ഹിൽസ് ഡിസ്ട്രിക്ട് 318E പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം YMCA ഹാളിൽ നടന്നു. മുഖ്യാതിഥി മൾട്ടിപ്പിൾ കൌൺസിൽ ചെയർമാൻ VP നന്ദകുമാർ സ്ഥാനാരോഹണം നിർവഹിച്ചു. ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് സിൽവർ ഹിൽസ് ഡിസ്ട്രിക്ട് 318E 11ാം റീജിയൻ സോൺ എയുടെ 2017-18 വർഷത്തെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റെടുത്തു. YMCA ഹാളിൽ നടന്ന ചടങ്ങിൽ പുതിയ നേതൃത്വത്തിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. മുഖ്യാതിഥി മൾട്ടിപ്പിൾ കൌൺസിൽ ചെയർമാൻ VP നന്ദകുമാർ സ്ഥാനാരോഹണ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളെല്ലാം പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് സ്ഥാനമേറ്റെടുത്തു. പരിപാടിയിൽ ശ്രീജിത്ത് അധ്യക്ഷനായിരുന്നു. എൻ്റെ വാക്കുകളോട് ഞാൻ കൂറു പുലർത്താൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏകദേശം എൻ്റെ സ്വപ്നത്തിൽ 70% എനിക്ക് ചെയ്യാൻ കഴിഞ്ഞതാണ്. കാരണം എല്ലാ മേഖലയിലും കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇന്റർനാഷണലിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ ചോദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ എത്ര സമയം നിങ്ങൾ ലയനസത്തിന് വേണ്ടി ചെലവാക്കി. ഞാനിങ്ങനെ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ 300x24 എന്നാണ് എനിക്ക് തോന്നുന്നത്. PK സുനിൽകുമാർ പ്രസിഡന്റ്, റബിലാഷ് സെക്രട്ടറി, വിനീഷ് ട്രഷറർ എന്നിവരാണ് പുതിയ ഭാരവാഹികൾ. അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറിമാരായ സെനോൺ ചക്യാട്ട്, സുബൈർ കൊളക്കാടൻ, E അനിരുദ്ധൻ, റീജിയണൽ ചെയർമാൻ രമേശൻ, സോൺ ചെയർമാൻ വിശ്വനാഥൻ, ലേഡി കൌൺസിലർ ജിഷ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. പ്രകൃതിദത്തമായ പശുവിൻ പാൽ സംസം ഫാം മിൽക്കിനി വിപണിയിൽ. കോഴിക്കോട് ഹോട്ടൽ ഹൈസനിൽ നടന്ന ചടങ്ങിൽ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ലോഞ്ചിംഗ് കർമ്മം നിർവഹിച്ചു. പ്രകൃതിദത്തമായ പശുവിൻ പാൽ സംസം ഫാം മിൽക്കിനി വിപണിയിലെത്തും. രാസവസ്തുക്കളോ പ്രിസർവേറ്റീവുകളോ ചേരാത്ത ശുദ്ധമായ പശുവിൻ പാലാണ് സംസം ഫാം മിൽക്ക് ഒരുക്കുന്നത്. ആധുനിക ശീതീകരണ സംവിധാനങ്ങളോടുകൂടി കൃത്യതയാർന്ന ഗുണനിലവാരത്തോടെ അത്യാധുനിക പ്ലാന്റിൽ തയ്യാറാക്കപ്പെട്ടതാണ് സംസം ഫാം മിൽക്ക്. ഹോട്ടൽ ഹൈസണിൽ നടന്ന ചടങ്ങിൽ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ സംസം ഫാം മിൽക്കിന്റെ ലോഞ്ചിംഗ് കർമ്മം നിർവഹിച്ചു. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷകരമായ ഒന്നാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരുടെയും സഹായ സഹകരണം ഇത് ഉണ്ടാവേണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ വിശദീകരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഭാഗങ്ങളും ആശംസകൾ നേരുന്നു. സംസം ഫാം മിൽക്കിന്റെ ലോഞ്ചിംഗ് ചടങ്ങിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, നജീബ് കാന്തപുരം തുടങ്ങിയവർ സംബന്ധിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സുരക്ഷാ സേനയ്ക്ക് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആധുനിക സംവിധാനങ്ങൾ ഒരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏറെ നാളുകൾക്ക് ശേഷം കൊയിലാണ്ടിയിൽ ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമായി. ലഹരി വിരുദ്ധ ദിനാചരണം. വിപുലമായ പരിപാടികളുമായി വിവിധ സംഘടനകൾ. ഗുരുപ്രതിഷ്ഠാ വിളംബര ഘോഷയാത്രയ്ക്ക് കോഴിക്കോട്ട് സ്വീകരണം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് BSS അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് AIMI, തളി സമൂഹം റോഡ്, പാളയം, കോഴിക്കോട്, മുക്കം, എടവണ്ണപ്പാറ, താമരശ്ശേരി, അരീക്കോട്. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്.